നമസ്കാരം. ചില സാഹചര്യത്തിൽ മനസ്സിൻ്റെ പ്രവർത്തനം നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണ്. നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഉത്കണ്ഠാപരമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏതോ ഒരു സാഹചര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇത് ആത്മവിശ്വാസക്കുറവിനും ഭയത്തിനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഈ ഒബ്സഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ടെൻഷൻ മറികടക്കാനായിട്ട് മനസ്സ് കണ്ടെത്തുന്ന മറ്റൊരു കാര്യമാണ് ഈ ചിന്തയ്ക്ക് പകരമായിട്ട് മറ്റ് ചിന്തകൾ കൊണ്ടുവരിക, സംസാരം കൊണ്ടുവരിക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്യുക. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി മനസ്സ് കണ്ടെത്തുന്ന ഒരു ട്രിക്കാണ്. അതിനെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു വ്യക്തി ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതാണ് OCD. അപ്പോൾ ഇതിൻ്റെ കാരണത്തെക്കുറിച്ചും ലക്ഷണത്തെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. OCDയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏതോ സാഹചര്യത്തോടുള്ള ഭയം. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില കെമിക്കൽസിൻ്റെ ഇംബാലൻസ്, അതും ഈ OCDക്ക് കാരണമാകുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ചില രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അമിതമായിട്ടുള്ള കെയറിങ്, പെർഫെക്ഷൻ, വൃത്തി ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സംശയം, ഇനി ഈ രോഗം എനിക്ക് വരുമോ? ഏതെങ്കിലും ഒരു സാഹചര്യം അതിന് അനുകൂലമുണ്ടായാൽ ഈ രോഗം എനിക്ക് വരുമോ? വന്നാലുള്ള തീവ്രത, അതുമായിട്ട് ബന്ധപ്പെട്ട് അവരിങ്ങനെ ഭാവന കാണുവാണ്. അങ്ങനെ അതൊരു ഭയത്തിലേക്ക്, ഉത്കണ്ഠയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉത്കണ്ഠാപരമായിട്ടുള്ള അല്ലെങ്കിൽ ടെൻഷൻപരമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നിരന്തരം കയറി വരുന്നു. അതിന് പരിഹാരമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ഉത്കണ്ഠ മാറ്റാനായിട്ടുള്ള നമ്മുടെ ഒരു ശ്രമം ഉണ്ടല്ലോ, ആ ശ്രമം നമ്മൾ ഉപേക്ഷിക്കണം, സ്റ്റോപ്പ് ചെയ്യണം, പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. ആക്ച്വലി ഉത്കണ്ഠയേക്കാൾ നെഗറ്റീവായിട്ടുള്ളൊരവസ്ഥയാണ് അത് മാറ്റാനായിട്ട് നമ്മളിങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ചിന്തയെ അങ്ങ് അംഗീകരിക്കണം, ആ ഒരു സംശയത്തെ അങ്ങ് അംഗീകരിക്കണം, ആക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മാറ്റാൻ പറ്റാത്ത എന്താണ് അതിനെ അംഗീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ആ വ്യക്തിയെ അതുപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ അവിടെ മാറ്റേണ്ടത്.